ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ 2 ദിവസമായിട്ട് ഇന്നലെ തൊട്ട് മഴയൊക്കെയാണ്. ചെറിയ രീതിയിലൊക്കെ മഴ ഞങ്ങൾ താമസിക്കുന്നിടത്ത് പെയ്യുന്നുണ്ട്. പിന്നെ മൂടിയൊരു അന്തരീക്ഷമാണ് നാട്ടിലേക്ക് പോലെ. പിന്നെ വിഷുവൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ ചെറിയ രീതിയിലൊക്കെ ആഘോഷിച്ചു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അതിൻ്റെ വിഷു സദ്യ കഴിച്ചതിൻ്റെ ഇല 2-3 ബാക്കി വന്നപ്പോൾ തൊട്ട് ചേട്ടൻ പറയുന്നുണ്ട് ചേട്ടന് ഇലപ്പൊതി കൊടുത്തു വിടണം, പൊതിച്ചോറ് ഇലയ്ക്കകത്തായിട്ട് പൊതിച്ചോറ് കൊടുത്തു വിടണമെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇന്ന് അതുണ്ടാക്കാമെന്ന് വെച്ച് കൊടുത്തു വിടാമെന്നൊക്കെ വിചാരിച്ച് നോക്കിയപ്പോൾ ഇല 2-3 ഉണ്ടായിരുന്നതിനകത്ത് ഒരെണ്ണേ നല്ലതുള്ളൂ, ബാക്കിയെല്ലാം ഉണങ്ങിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അതിനകത്ത് ചേട്ടന് മാത്രം എടുക്കാൻ, രാഹുലിന് പാത്രത്തിൽ തന്നെ ഞാൻ ചോറെടുത്തു. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീരത്തോരനാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചുമലച്ചീര മേടിച്ചതാണ്, അതാണിപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നലെ ഞാൻ മത്തി മാങ്ങായും തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് സദ്യയുടെ ബാലൻസ് കറികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഒരു മുട്ടയും പൊരിച്ച് പൊതിച്ചോറ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ തേങ്ങ ഒതുക്കി ചേർത്തിട്ട് ഞാൻ പിന്നെ അതിലേക്ക് അതിൻ്റെ തണ്ടാണ് ആദ്യം ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് ആവി കയറി വന്നിട്ട് ഞാൻ ഇല ഇട്ട് കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ തണ്ട് വേവാതെയും കിടക്ക്, ഇല പെട്ടെന്ന് അവിഞ്ഞു പോവുകയും ചെയ്യത്തില്ല. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ചീരത്തോരൻ വെക്കുന്നത്. പിന്നെ ഇവിടുത്തെ ചീരയ്ക്കൊന്നും വലിയ ടേസ്റ്റൊന്നുമില്ല. അതിന് ഇടയ്ക്ക് ഇലക്കറികൾ എന്തെങ്കിലും കൂട്ടണ്ടേ എന്നൊക്കെ വിചാരിച്ചാണ് ഇടയ്ക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ കണി വെച്ച ഒരു ഇടിച്ചക്ക ഉണ്ടായിരുന്നു. ഞാനത് തോരൻ വെക്കാനായിട്ട് ഞാൻ സാധാരണ ഇടിച്ചക്ക നേരത്തെയൊക്കെ ഞാൻ വെച്ചുകൊണ്ടിരുന്നത് പച്ചയ്ക്ക് തന്നെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അത് കൊത്തിയരി ഒന്നെങ്കിൽ ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ കൊത്തി അരിഞ്ഞായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ ഞാൻ യൂട്യൂബിനകത്ത് നോക്കി പെട്ടെന്നുണ്ടാക്കുക, ഈ കൊത്തിയരിയാൻ കുറച്ച് താമസമാണല്ലോ എന്ന് വിചാരിച്ച് വേറെ കുറേ വീഡിയോ ഒക്കെ നോക്കിയിട്ട് അതുപോലെ വെക്കാമെന്നൊക്കെ വിചാരിച്ച് ചെയ്ത് 2-3 വീഡിയോ ഒക്കെ നോക്കിയപ്പോഴത്തേനും അത് കുക്കറിനകത്തിട്ട് വേവിക്കുന്നതായിട്ട് കണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ തൊലിയൊക്കെ അരിഞ്ഞതിന് ശേഷം കഷ്ണങ്ങളാക്കി കുക്കറിനകത്തിട്ട് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് ഒരു വിസിലടിപ്പിച്ച് എടുത്ത. പക്ഷേ എന്താണെന്നറിയത്തില്ല, അത് ഉണ്ടാക്കി വന്നപ്പോഴത്തേന് കുഴഞ്ഞു പോയി. വെന്തിട്ടാണോ വെന്ത് പോയെന്ന് തോന്നുന്നു, എങ്ങനെയാണോ എനിക്കറിഞ്ഞൂടാ. പക്ഷെ അത് കുഴഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ആകെ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് കഴിച്ച ചക്കയായിരുന്നു. അപ്പം ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇടിച്ചക്ക തോരൻ വെക്കുന്നത്. അപ്പോൾ അത് പയറിട്ട് വെക്കാമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷേ പയറിട്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അത് ചോപ്പറിനകത്തിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടാണ് മൊത്തം കുഴഞ്ഞു പോയി. അത് ഇങ്ങനെ ഇതളതളായിട്ട് കിട്ടുന്നില്ല. പക്ഷേ കുഴഞ്ഞിങ്ങനെ അവത്തെ മൊത്തം പിടിച്ച് കൈകൊണ്ട് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതും പറ്റുന്നില്ല. പിന്നെ മിക്സിയുടെ ജാറിലിട്ട് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടും റെഡിയാകുന്നില്ല. പിന്നെ എത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലോ, കളയാനും പറ്റില്ല. ഇനി ഞാൻ ഒരു വിധത്തിൽ അതെല്ലാം കുഴഞ്ഞിരിക്കുമോ, കട്ടയായിട്ടിരിക്കുമോ, ഒരു രക്ഷയില്ല. പിന്നെ ഞാനതെല്ലാം ഒന്ന് ഒരു വിധത്തിലൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലിട്ട് കുറച്ചൊക്കെ ഒന്ന് ശരിയാക്കി എടുത്ത് കളഞ്ഞില്ല, എന്നാലും കഴിച്ചു. ഒരു പുഴുക്കൊക്കെ കഴിക്കുന്ന രീതിയിലാണ് തോരൻ കിട്ടിയത്. പക്ഷേ ഞാൻ എന്നും വെക്കുന്ന രീതിയിൽ അങ്ങ് വെച്ചാൽ മതിയായിരുന്നു, എളുപ്പപ്പണിക്ക് പോയതാണ്. പക്ഷേ ചിലരത് അന്ന് അവർ വെക്കുന്ന കണ്ടിട്ട് അത് നല്ല പൊടിയായിട്ട് കിട്ടി. പക്ഷേ ഇത് ചക്കയുടെ പ്രശ്നമാണോ എന്താണെന്ന് അറിയത്തില്ല. അത് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. അപ്പം പിന്നെ ഞാൻ അമ്മയോടും പറഞ്ഞു കൊടുത്തു, അമ്മ ഇങ്ങനെ ചെയ്താൽ മതി. നാട്ടിലോട്ട് അമ്മയോടും പറഞ്ഞു. ഇപ്പം അമ്മയോട് വിളിച്ച് പറയണം അങ്ങനെ ചെയ്യണ്ടെന്ന് പറയണം. ചിലപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, എന്തോ അവർ ചെയ്തപ്പം കറക്റ്റായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ നോക്കിയ വീഡിയോയ്ക്കകത്തൊക്കെ. പക്ഷേ ഞാൻ ചെയ്തിട്ടത് കുളമായിപ്പോയി. അതുകൊണ്ട് അതൊന്നും എടുക്കാനും പറ്റിയില്ല. വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അന്നേരത്തേക്കും നമ്മുടെ രാവിലെയാണ് ഞാൻ ഈ ചീരത്തോരനൊക്കെ ഉണ്ടാക്കുന്നത്. രാവിലെ പൊതി കൊടുത്തു വിടാമെന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇത് ഇന്നലെ ഞാൻ മത്തിയും മാങ്ങയും തേങ്ങ അരച്ച് വറ്റിച്ച് വെച്ചതാണ്. അതൊന്നുകൂടെ ഞാനൊന്ന് ചൂടാക്കി എടുക്കുവാണ്. ചോറിനകത്തൊക്കെ കൊടുത്തു വിടുന്നല്ലോ, ഉച്ചയാകുമ്പോഴെങ്ങാനും അഴുക്കായി പോയെങ്കിലോ എന്ന് വിചാരിച്ച് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. പിന്നെ മീൻ വറുത്ത് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നുകൂടെ ചൂടാക്കി എടുത്തു. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല, മറന്നുപോയതാണ് സത്യത്തിൽ. ചെറിയ ഈ മത്തിയും മിക്സ്ചർ മീനില്ലേ നാട്ടിലൊക്കെ കിട്ടുന്ന മത്തി, അതുപോലെയുള്ള അതിനകത്തൊന്നും എടുത്താണ് മത്തി ഞാൻ തേങ്ങ അരച്ച് കറി വെച്ചത്. പിന്നെ അതിനകത്തും 5-6 ചെറിയ മീനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഞാൻ മുളകൊക്കെ അരച്ച് പുരട്ടി വറുത്ത് എടുത്തതാണ്. അപ്പോൾ അതും കൂടെ കൊടുക്കാം. പിന്നെ മുട്ട പൊരിക്കാനായിട്ട് വെച്ചതാണ്. മുട്ടയും കൂടെ പൊരിച്ചാലല്ലേ ചോറും പൊതി കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ.
പിന്നെ അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. രാഹുലിന് പിന്നെ ഞാൻ പാത്രത്തിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവന് അങ്ങനെ വലിയ താല്പര്യങ്ങളൊന്നുമില്ല. ചേട്ടന് പണ്ടത്തെ ആ ഒരു അമ്മ നേരത്തെ ജോലിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പൊതിയൊക്കെ കെട്ടിക്കൊടുത്തതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് കുറേ നാളുകളായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കാനായിട്ട്. പക്ഷെ ഞാൻ എപ്പോഴും മറന്നു പോകും. കടയിൽ പോകുമ്പോൾ ഇല മേടിക്കാനും മറന്നു പോകും, ചെയ്യാനും പറ്റുന്നില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ പുള്ളി ആഗ്രഹിച്ചിരുന്നത്. ഞാൻ അങ്ങനെ അതിൽ നിന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പോയിട്ട് വരുമ്പോഴത്തേനും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും, എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ. ഒരു ചെറിയായിട്ട് മീൻകറിയുടെ ചാറേ ഉള്ളായിരുന്നു കൊടുക്കാൻ, വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. മോര് പുള്ളിക്ക് ചുമയുള്ളതുകൊണ്ട് മോരും കൊടുക്കാൻ പറ്റത്തില്ല. അത് കാരണം പിന്നെ ഞാൻ വേറൊന്നും വെച്ചില്ല. പിന്നെ ഇന്നലെയൊക്കെ സാമ്പാർ 2-3 ദിവസമായിട്ട് സാമ്പാറൊക്കെ അല്ലായിരുന്നു. ഓണവും വിഷുവൊക്കെ കഴിയുമ്പോഴത്തേനും മിച്ചം എന്തെങ്കിലും കുറച്ച് കറികളൊക്കെ കാണുമല്ലോ, അതൊക്കെ 1-2 ദിവസമൊക്കെ കൂട്ടുമല്ലോ. അതുകൊണ്ട് പിന്നെ സാമ്പാറൊന്നും വെക്കാനും പോയില്ല. പിന്നെ ഞാൻ ആ ഇല ഒരുമാതിരി ഇരിക്കുന്ന ഇലയാണ്, അത് ഞാൻ പിന്നെ ഒന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചത്. കണ്ട് ഇതേപോലത്തെ ഇലയാണ്, എന്നാലും കുഴപ്പമില്ല, ഇച്ചിരി പച്ചപ്പൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമില്ല. ഈ ഒറ്റ ഒരു ഇല കിട്ടിയുള്ളൂ. ബാക്കി 2-3 ഇല ഉണ്ടായിരുന്നതും ഉണങ്ങിപ്പോയി. അത് ഫ്രിഡ്ജിനകത്ത് വെച്ചില്ല. ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല. ഫ്രിഡ്ജിനകത്ത് ഞാൻ വെച്ചില്ല, വെളിയിലായിരുന്നു വെച്ചത്. അതുകൊണ്ടായിരിക്കും 2-3 ദിവസമായില്ല വാങ്ങിച്ചിട്ട്. അപ്പോൾ അതൊന്ന് ഞാൻ വാട്ടിയെടുക്കുവാണ്. ഇലയൊക്കെ വാട്ടിയെടുത്തതിന് ശേഷം ഞാനൊരു പേപ്പറൊക്കെ ഇട്ട് ഇലയൊക്കെ അതിനകത്ത് വെച്ചിരിക്കുവാണേ. പിന്നെ ഇത് വാട്ടിയെടുക്കുന്നതിന് മുമ്പ് ഞാൻ രാഹുലിന് പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുട്ടും പഴമായിരുന്നു. അത് മൈദ കൊണ്ട് പുട്ടുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടന് പിന്നെ പുട്ടൊന്നും വേണ്ട, രാവിലെ ചോറ് കൊടുക്കും. ഞാൻ ചോറാണ് പുള്ളിക്ക് താല്പര്യം, അതുകൊണ്ട് അതാണ് കഴിക്കുന്നത്. പിന്നെ ചൂട് ചോറായതുകൊണ്ട് ചുമയുള്ളതുകൊണ്ട് ചൂട് ചോറായിട്ടാണ് കൊടുക്കുന്നത്. നേരത്തെ പഴയങ്ങഞ്ഞിയൊക്കെ കുടിക്കുമായിരുന്നു, ഇപ്പം ചോറാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പൊതിച്ചോറ് എടുക്കുവാണ്. അപ്പോൾ ഇത് ഇച്ചിരി ചെറിയ ഇല ആയതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ പൊതിഞ്ഞെടുക്കുമ്പോഴേ. അപ്പോൾ ചീരത്തോരനാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീൻ വറുത്തത് വെച്ച് കൊടുക്കാം. ചമ്മന്തി കൂടെ വേണമായിരുന്നു, പക്ഷേ ഇത്രയും കറി ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ ഞാൻ ചമ്മന്തി അരച്ചില്ല. ഇതെല്ലാം കൂടെ ഉണ്ടാക്കിയാലും ശരിയാകത്തില്ല. പിന്നെ മുട്ട പൊരിച്ച് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മീൻചാറാണ് ഞാൻ ചോറിൻ്റെ പുറത്തേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മത്തിയും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് മാങ്ങയൊന്നും കൂട്ടത്തില്ല. മത്തിയും മാങ്ങയും കറി വെച്ചാൽ മാങ്ങ ഞാൻ തന്നെയാണ് കൂട്ടുന്നത്. ഇവർ രണ്ടുപേരും, ചേട്ടൻ മത്തി കൂട്ടും, രാഹുൽ മത്തിയാണെങ്കിൽ കൂട്ടത്തുമില്ല, ചാറ് മാത്രമേ കൂട്ടത്തുള്ളൂ. അപ്പം മാങ്ങയൊക്കെ ഞാൻ തന്നെയാണ് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തിയും മാങ്ങയൊക്കെ കറി വെച്ചാൽ കൂട്ടാനായിട്ട്. ചോറിൻ്റെ കൂടെയൊക്കെ, കുത്തരിച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ. അങ്ങനെ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെക്കുന്നത്. പക്ഷേ ഇവർക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഇച്ചിരി ഇഞ്ചിക്കറിയും കൂടെ സൈഡിലോട്ട് വെച്ച്, എരിവുള്ള ഇഞ്ചിക്കറിയാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് സൈഡിലോട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിനകത്തിരിക്കുകയാണ്, എടുത്ത് വെളിയിലും വെച്ചില്ല. അപ്പോൾ അതൊന്ന് എടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കറിയെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് മടക്കി കൊടുത്ത് നോക്കിയപ്പം താണ്ട അടിവശം പൊട്ടിപ്പോയി. ഇനിയിപ്പം കറിയൊക്കെ വെച്ച് ഇലയൊക്കെ നനഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു ചെറിയൊരു പീസ് ഇലയുണ്ടായിരുന്നു, അത് ഞാൻ അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചൊന്ന് വെച്ച് കൊടുത്ത് നോക്കിയിട്ട് മടക്കിയിട്ട് ശരിയാവുന്നില്ല. പിന്നെ ഞാനത് അകത്തായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് മടക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ അത് ശരിയായി. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നന്നായിട്ട് പൊതിഞ്ഞെടുക്കാൻ പറ്റി. അപ്പം പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടന് പണ്ട് തൊട്ടേ പൊതിച്ചോറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തത്. അപ്പം ഇത്രയാണ് നമ്മുടെ രാവിലത്തെ ഇന്നത്തെ പരിപാടികൾ. പൊതിച്ചോറും റെഡി ആയിട്ടുണ്ട്, കാപ്പിക്കുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.